പ്രസാദം പ്രമോദം നിൻ പ്രകാശം ജീവനാ നീ താൻ എൻ്റെ ഏകലാക്കും നീ എല്ലാറ്റിലുമല്ല എൻ കർത്താവേ ഞാൻ പിൻചെല്ലും എൻ്റെ രക്തം താൻ ചൊരിഞ്ഞു ലോകമെന്നെ കൈവിട്ടാലും കൃപയാ ഞാൻ പിൻചെല്ലും ലോകമെന്നെ കൈവിട്ടാലും കൃപയാ ഞാൻ പിൻചെല്ലും. സുഭാഷിതം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ് വായിച്ചത്. അവരുടെ ഇടയിൽ നിങ്ങൾ പ്രകാശിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആരുടെ ഇടയിലാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തന്നെയുമല്ല, എങ്ങനെ പ്രകാശിക്കണം, എന്തുകൊണ്ട് പ്രകാശിക്കണം എന്നും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യത്തിന്റെ ശരിയായ ഒരു രൂപം ലഭിക്കണമെങ്കിൽ 12 മുതലുള്ള വാക്യങ്ങൾ നാം മനസ്സിലാക്കണം. 12-ാം വാക്യം വായിക്കുന്നത്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഫിലിപ്പിയിലെ സഭ വളരെ അനുസരണമുള്ളവരും പൗലോസിന്റെ ശുശ്രൂഷയെ പിന്തുണയ്ക്കാൻ ഉദാരമായ സംഭാവനകൾ നൽകുകയും ചെയ്ത സഭയായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്റെ റോമിലെ 1-ാം കാരാഗ്രഹവാസത്തിനിടയ്ക്ക് ഈ ലേഖനം എഴുതി തന്നെ സ്നേഹപൂർവ്വം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന എപ്പഫ്രോത്തോസിന്റെ കൈവശം കൊടുത്തയക്കുകയായിരുന്നു. ഈ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ സഭയോടുള്ള തന്റെ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുകയും സഭയുടെ ഔദാര്യ ദാനങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം അവർ നിരന്തരമായ സന്തോഷവും ഉന്നതമായ ആത്മീക അനുഭവങ്ങളും പ്രാപിക്കുവാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് 12 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. നാം വായിച്ച വാക്യത്തിൽ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ പറയുന്നു. അതിന്റെ അർത്ഥം രക്ഷയിൽ ഉൾക്കൊണ്ടിരിക്കുന്നതെല്ലാം നേടുവാൻ സമ്പൂർണമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പാപത്തിന്മേലുള്ള സമ്പൂർണ്ണ ജയം നേടുവാനുള്ള യജ്ഞം അതിലൊന്നാകുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു രോഗി ഡോക്ടറെ സമീപിക്കുമ്പോൾ തൻ്റെ രോഗം മാറുവാൻ വേണ്ടതായ മരുന്നുകൾ അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അത് ഡോക്ടർ പറയുന്നത് പോലെ മരുന്ന് കൃത്യമായ അളവിലും സമയത്തും കഴിച്ച് രോഗം മാറുവാൻ ഡോക്ടറോട് സഹകരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ദാനമായി ലഭിച്ച രക്ഷയിൽ കൂടെ നമുക്ക് ലഭ്യമാകാവുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നാം പ്രവർത്തിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നാം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ തിരുവുള്ളം നമ്മളിൽ പ്രവർത്തിക്കുകയും നമ്മളിൽ ആരംഭിച്ച രക്ഷണ്യ പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. തുടർന്ന് പറഞ്ഞിരിക്കുന്നത്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ ചെയ്യുമ്പോൾ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഇസ്രയേൽ ജനങ്ങൾക്ക് തങ്ങളുടെ വാഗ്ദത്ത ദേശമായ കനാനിൽ പ്രവേശിക്കുവാൻ കഴിയാഞ്ഞതിന്റെ ഒരു കാരണം അവരുടെ പിറുപിറുപ്പും വാദവുമായിരുന്നു. അതുപോലെ നമുക്ക് സംഭവിക്കാതിരിപ്പാൻ പിറുപിറുപ്പും വാദവും കൂടാതെ ദൈവവചനത്തിന് അനുസരണമായി ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. ക്രിസ്തുവിനൊപ്പം വരുന്ന വെളിച്ചം അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അവിടുന്ന് ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചം നമ്മളിലേക്ക് ആവഹിക്കുമ്പോൾ നാമും ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ വെളിച്ചം നിലനിൽക്കേണ്ടത് വ്യക്തികളിലാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർ ജീവന്റെ വചനം മുറുകെ പിടിക്കുന്നതിനാൽ അവർ വെളിച്ചങ്ങളാണ്. അവർ സ്വന്തം നന്മയിൽ പ്രകാശിക്കുന്നില്ല, അവർ ലോകത്തിന് വെളിച്ചങ്ങളായി പ്രകാശിക്കുന്നു. ഇരുട്ടിൽ വസിക്കുന്ന ജനങ്ങൾക്ക് ഈ വെളിച്ചം ഒരു പ്രകാശമായി തീരും. നാം ഓരോരുത്തരും ലോകത്തിന് പ്രകാശം കൊടുക്കുന്നവരാകുന്നു.
ആകയാൽ ഈ ദുഷ്ടലോകത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഗാഡ് ബ്ലെസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. നായകായ കുശടുത്തു നിൻ പിന്നാലെ വാ